നിനക്ക് എപ്പോഴാ തോന്നിയേ? ഇടക്കിടക്ക് എപ്പോഴൊക്കെ പക്ഷെ ഇല്ലാട്ടോ വന്നിട്ട് അപ്പ സെക്കൻഡ് തന്നെ പോവും. ഇല്ലില്ല, എനിക്ക് ഇപ്പോഴല്ല, എനിക്ക് ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതെന്ന് വെച്ചാല് +2 കഴിഞ്ഞിട്ട് പപ്പ പറഞ്ഞു സിനിമയൊക്കെ. അന്ന് വരെ ഞാനാണെങ്കിൽ ഇത് അത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. സ്ക്രിപ്റ്റ് കേൾക്കാൻ അങ്ങനെയൊന്നുമില്ല. വിളിക്കുമ്പോഴത്തേനും ഓക്കെ ഇന്ന സമയത്ത് ഫ്രീ ആണെങ്കിലും ഓക്കെ ഞാൻ ആ ഒരു ക്യൂരിയസിറ്റി പോയി അങ്ങനെ ചെയ്തിട്ടുള്ളൂ പടങ്ങളൊക്കെ. പക്ഷെ +2 കഴിഞ്ഞിട്ട് പപ്പ പറഞ്ഞു നിനക്ക് മെഡിസിൻ എടുക്കാനുള്ള ആഗ്രഹം, അപ്പൊ അങ്ങനെ പോയാൽ മതി, ഇത് നിർത്തിക്കോളാൻ പറഞ്ഞപ്പോഴത്തേനും എനിക്കപ്പോൾ വിഷമമുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു പപ്പയ്ക്ക് ഭയങ്കര പേടിയാണ്. അതായത് പപ്പയ്ക്ക് അറിയാത്തൊരു റൂട്ടാണ് സിനിമ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പം അതിനെപ്പറ്റി അറിയത്തില്ല, അതിനെപ്പറ്റി നമുക്കൊരു ഗോഡ് ഫാദർ എന്ന് പറയാൻ എനിക്ക് ആരുമില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ആരെയും നമ്മുടെ സിനിമ ഫീൽഡിൽ അറിയില്ല ബേസിക്കലി. അപ്പൊ അങ്ങോട്ടേക്ക് ഒക്കെ മകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതില് പപ്പ ആക്ച്വലി ഇച്ചിരി കോൺഫിഡൻസ് കുറവായിരുന്നു. അപ്പൊ പക്ഷെ അത് കാണിക്കാൻ ഓക്കെ എനിക്കിത് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് പറ്റുമെന്നുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല കാണിച്ചു കൊടുക്കാനായിട്ട്. ആ ഒരു ഇൻ ബിറ്റ്വീൻ സമയത്ത് ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് ഓക്കെ എന്നാ വേണ്ട, ഇത് വേണ്ട, ഇത് എന്തിനാണ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്, അത്ര വേണ്ട എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ എനിക്ക് വേറെ വേണമെന്നുണ്ടോ ഞാൻ ഒന്നും നോക്കില്ല. പപ്പ പറഞ്ഞു വേണ്ട, വേണം, അങ്ങനെ പോയി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോ തൊട്ട് പപ്പ ഓക്കെ ആയിരുന്നു. ഒരു കാസ്റ്റിംഗ് കൗച്ച് എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ട്? ഞാനിങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ പേഴ്സണലി കേട്ടിട്ടില്ല. ഞാൻ റെമ്യൂണറേഷൻ കൂടുതലായതുകൊണ്ട് നിങ്ങളെ മാറ്റിയ ചില സിനിമകളുണ്ട് ചില സമയത്ത് ഉണ്ടല്ലേ? ഗ്ലാമറസ് സീൻസ് വന്നാൽ നോ പറയുമോ? അത് ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് ഫിലിം സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് അത് ഭയങ്കര ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യും. നമ്മൾ ഒരുമിച്ചാണല്ലേ പറഞ്ഞേ. ആരാധകർ ശല്യമായി തോന്നിയിട്ടുണ്ടോ? ആരാധകർ ശല്യമായി തോന്നിയിട്ടില്ല. പക്ഷെ ചില സമയത്ത് ചില ക്രീപ്പി ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കിങ്സ് അതൊക്കെ എനിക്ക് ക്രീപ്പി ആയിട്ട്. ട്രൂ ഫാൻസ് അല്ലാതെ നമ്മളെ സ്റ്റോക്ക് ചെയ്യാൻ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ ഇതിനകത്തുണ്ട് കേട്ടോ. മെസ്സേജസ് ഒക്കെ കണ്ടാൽ നമുക്ക് ഹായ് ഹലോ പൊടി അല്ലേ റിപ്ലൈ ജാടയാണോ? നേരെ എത്തി വിളിക്കും. അയ്യോ ആരെങ്കിലും ഹായ് പിന്നെ റിപ്ലൈ തരുമോ പ്ലീസ്? എന്താ റിപ്ലൈ ഇല്ലാത്ത? ജാടയാണോ? വേണ്ട റിപ്ലൈ ലാസ്റ്റ് അപ്പൊ തെറിയുള്ളൂ. ഭയങ്കര അങ്ങേറ്റൊരു വിളിക്കും. നീ വീണ്ടും ഉണ്ടായിട്ടുണ്ട്. വിളിച്ചിട്ട് പിന്നെ ഒരു മാസം കഴിയുമ്പോഴത്തേനും ഹായ് ഹലോ ഹൗ ഇത് തന്നെ. സ്വന്തമായിട്ടുള്ള ഒരു റൂമർ കേട്ട് കരച്ചിൽ വന്നിട്ടുണ്ടോ? ഏതാ ശരിക്കുള്ള കരച്ചിലല്ല. നമ്മള് എനിക്കാകപ്പെട്ട ഒരു റൂമർ എനിക്കിതുവരെ അറിയത്തുള്ളൂ. സൂപ്പർ സ്റ്റാർ കഴിഞ്ഞപ്പോ തന്നെ ഞാൻ റെമ്യൂണറേഷൻ ചോദിക്കുന്ന 6 കോടി അതൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. 6 കോടി രൂപയാണോ? എനിക്ക് 6 കോടി